ويسألونك عن القرآن قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 83-ാം അധ്യായം മുതൽ സൂറത്ത് അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്ന ഒരു നാമമാണ് ദുൽഖർനൈൻ. പണ്ഡിതന്മാർക്കിടയിൽ പ്രത്യേകിച്ച് ആധുനിക മുഫസ്സിറുമാർക്കിടയിൽ വളരെയധികം ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമായ വ്യക്തിയാണ് ദുൽഖർനൈൻ. ആരായിരുന്നു ദുൽഖർനൈൻ എന്ന വിഷയത്തിൽ പല പണ്ഡിതന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഏകദേശം 10-12ഓളം അഭിപ്രായങ്ങൾ ആരാണ് എന്ന വിഷയത്തിലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുൽഖർനൈൻ എന്ന പേര് വന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ദുൽഖർനൈനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു പറയുന്നത് ഭൂമിയുടെ പടിഞ്ഞാറൻ അറ്റത്തിലും അതുപോലെ തന്നെ കിഴക്കൻ അറ്റത്തിലും മുഴുവൻ പ്രദേശങ്ങളിലും തന്റെ സാമ്രാജ്യം വികസിപ്പിച്ച ആ മഹാനായ രാജാവ് ആരായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച. ആദ്യമായി നമുക്ക് പരിശുദ്ധമായ തഫ്സീറുൽ ഫഖർ റാസി, തഫ്സീർ കബീർ എന്നറിയപ്പെടുന്ന റാസി ഇമാമിന്റെ തഫ്സീറിൽ പരിശോധിക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏകദേശം 4ഓളം സാധ്യതകൾ, 4ഓളം ആരായിരുന്നു എന്ന വിഷയത്തിൽ 4 അഭിപ്രായം ചർച്ച ചെയ്തതിനും അദ്ദേഹം പറയുന്നത് വൽഖൗലുൽ അവ്വൽ, അതായത് ദുൽഖർനൈൻ ഇസ്കന്ദർ എന്തിനാണെന്ന് അഭിപ്രായം. ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയപ്പെട്ട അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന അഭിപ്രായം. അതാണ് അൽഹർ അജലി ദലീൽ الذي ذكرناه وهو أن مثل الملك العظيم يجب أن يكون معلوم الحال عند أهل الدنيا والذي هو معلوم الحال بهذا الملك العظيم هو الإسكندر بن فيلبوس المقدوني. ووجب أن يكون المراد بذي هو അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് കിഴക്കൻ സാമ്രാജ്യവും പടിഞ്ഞാറൻ സാമ്രാജ്യം മുഴുവൻ അടക്കി വെച്ച രാജാവിനെ കുറിച്ചാണ്. അത് അങ്ങനെ രാജാവ് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ എല്ലാവർക്കും സുപരിചിതരായിരിക്കും നിർബന്ധമാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ അറിയപ്പെട്ട ഒരു രാജാവാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അതുകൊണ്ട് അലക്സാണ്ടർ തന്നെയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട റാസിമാം തഫ്സീറുൽ ഫഖർ റാസിയിൽ പറയുന്നത്. അദ്ദേഹം അലക്സാണ്ടറെ കുറിച്ച് പറയുന്നത് ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. അദ്ദേഹം അലക്സാണ്ടർ നിർമ്മിച്ചതും മറ്റു കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കും. പിന്നെ മറ്റു സാധ്യതകൾ അദ്ദേഹം എഴുതി പറയുന്നത് രണ്ടാമത് ഒരു ആഫ്രിക്കൻ രാജാവായിരുന്നു അബൂബക്കർ ബിൻ ശംർ ബിൻ അബീറാണ് മറ്റൊരാളെന്ന് വേറെ അഭിപ്രായം. പിന്നെ മൂന്നാമതായി അദ്ദേഹം പറയുന്ന അലി റളിയല്ലാഹുവിന് നിവേദനമുണ്ട്. അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു ആരാണ് ദുൽഖർനൈൻ. അലി റളിയല്ലാഹു പറയുന്നു അബ്ദുൻ സ്വാലിഹുൻ മലക്കഹു അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അധികാരം കൊടുത്ത ഒരു അബ്ദുൻ സ്വാലിഹാണ്. അതിന് ദുൽഖർനൈൻ അലക്സാണ്ടർ എന്ന രീതിയിൽ അലി റളിയല്ലാഹുവിന് നിവേദനമുണ്ട്. മറ്റൊരു അഭിപ്രായം മലക്കുമിനൽ മലായിക, അദ്ദേഹം മനുഷ്യനല്ല, പിന്നെ ഒരു മലക്കാണ്, അല്ലാഹുവിന്റെ ഒരു മലക്കാണ് അദ്ദേഹം എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. എന്നാൽ തഫ്സീറുൽ ഖാസിൽ ബഹുമാനപ്പെട്ട ഖാസിൽ അല്ലാഹുവിന്റെ തഫ്സീറുൽ ഖാസിൽ ഇത് മറ്റൊരു അഭിപ്രായമാണ്. അതിൽ പറയുന്നത് ഇസ്മുഹു മർസബൻ യുനാനി വലദ് യുനാനി ബിൻ യാഫിൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ മുമ്പ് ജീവിച്ച ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന മർസബാൻ എന്നാണ് ബഹുമാനപ്പെട്ട ഖാസിൽ തന്നെ പറയുന്നത്. എന്നാൽ ഇബ്നു കസീർ റളിയല്ലാഹു റാസിമാം ഉന്നയിച്ച അതേ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ ഇസ്കന്ദറാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ അദ്ദേഹം കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. കഅബ നിർമ്മിച്ച ശേഷം ആദ്യം തവാഫ് ചെയ്ത അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറയുന്നു. അതിനാൽ ജലാലിൽ തഫ്സീർ ജലാലിൽ നാം പഠിച്ച തഫ്സീർ ജലാലിൽ അൽ ഇസ്കന്ദർ എന്ന് മാത്രമേ അവിടെ ഇമാം ജലാലിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട തൻതാവി ഇമാം അസ്സയ്യിദ് തൻതാവി ആധുനിക മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നത് ദുൽഖർനൈൻ ഒരിക്കലും അലക്സാണ്ടർ അല്ല. അദ്ദേഹം റാസിമാമിന്റെ നേർവൈരുദ്ധ്യമായ അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ദുൽഖർനൈൻ ഒരിക്കലും അലക്സാണ്ടർ അല്ല. കാരണം ദുൽഖർനൈൻ ഒരു ബഹുദൈവാരാധനാണെന്ന യാഥാർത്ഥ്യം ലോകം മുഴുവൻ അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അദ്ദേഹം മുവഹിദായിരുന്നു, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു മഹാനാണ് ദുൽഖർനൈൻ. അതുകൊണ്ട് അദ്ദേഹം അവസാനം ഇമാം പറയുന്നത് അത് അബൂ കരീബുൽ ഹുമൈനി എന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു യമനി രാജാവായിരുന്നു. കാരണം അദ്ദേഹത്തെ കുറിച്ച് തുബ്ബ എന്ന രാജാവ് ഒരു കവിത പാടുന്നുണ്ട്. ആ കവിതയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ദുൽഖർനൈൻ ഞങ്ങളുടെ പരമ്പരയിലാണെന്ന് തുബ്ബ എന്ന കവി പാടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു യമനിയാണ് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. യമനികൾ പൊതുവെ ദു എന്ന പേര് വെക്കാറുണ്ട്. ദു നവാസ്, ദു യസീൻ എന്ന പേരുകൾ യമനികളുടെ പേരാണ്. അതുകൊണ്ട് അദ്ദേഹം യമനിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ലഭ്യമായ ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് തഫ്സീർ രചിക്കുന്ന രീതിയിലുള്ള ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹം തന്റെ തഫ്സീർ ദുറുൽ മൻസൂർ അദ്ദേഹം പറയുന്നത് ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് ലൈഫാണെന്നാണ് പണ്ഡിതർ ഭാഷ്യം.
പക്ഷേ ഈ ഹദീസിൽ ദുൽഖർനൈനാണ് വരുത്തി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. അദ്ദേഹം അലക്സാണ്ട്രിയ നിർമ്മിച്ചതും അദ്ദേഹം ഒരു അടിമ സ്ത്രീക്ക് ജനിക്കപ്പെട്ടതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് രാജാവായിരുന്നു. പിതാവ് മരണപ്പെട്ടവരുടെ മുഴുവൻ അധികാരം അദ്ദേഹത്തിന് കൈവന്നു എന്നൊക്കെ പറയുന്ന ഒരു വിശാലമായ ഹദീസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഈ ഹദീസ് തന്റെ